ആരാണ്? എന്താ എന്താ കാര്യം? എന്താണ്? അട്ടാണാ ദൈവമേ, ഇവിടെ വന്ന എന്തിനാണ്? എന്താണ് ആവശ്യം? പറ. എന്താ വന്ന? എന്താ? ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എനിക്ക് മനസ്സിലായില്ലാന്ന്. തനിക്ക് എന്താ വേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കി. അമലേഷ്യ എന്നുള്ള സൂക്കേട് വന്നു ഓർമ്മ എന്റെ കുറവാറ്റും. എനിക്കിട്ട് ഒരുപാട് ജോലിയുള്ള. താൻ വന്ന കാര്യം പറയടോ. ഒരു മിനിറ്റ്. ഇത് വൃത്തിയായിട്ടായി കളി കാണിക്കുന്ന മനസ്സിലായില്ല പോലെ. എനിക്ക് മനസ്സിലായില്ല. തനിക്ക് എന്താണ് ആവശ്യം? എന്താണ് അത് പറ. ഞായറാഴ്ച ഓർമ്മയില്ല? കഴിഞ്ഞ ഞായറാഴ്ച 16-ാം തീയതി. ഞായി കല്യാണം, സദ്യ, എരിശ്ശേരി, പുളിശ്ശേരി, കൂട്ടേറി, അവിയൽ, പപ്പടം, 2 കളർ പപ്പടം പൊടിച്ചു തിന്നത് കല്യാണത്തിന്. കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിന് വന്നിട്ടുണ്ടായി. അവിടെ രാഘവേട്ടൻ്റെ ആരാ? ഇത് രാഘവേട്ടൻ. കല്യാണത്തിന്റെ തൊട്ടിപ്പുറം കസേരന്റെ അടുത്ത് ഇരുന്നതാരി. ആര്? ആരെങ്കിലും കൂട്ട് വന്നിട്ടുണ്ടാ? എനിക്ക് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് കൈകുമ്പം എന്റെ പുറകിലുണ്ടായത്. അതാ ഞാൻ പുറം കാണിച്ചത്. എനിക്കും അങ്ങോട്ട് കത്തില്ല. എനിക്കത് മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ആവശ്യം? എന്താണ് പറ. എനിക്ക് ജോലി ഇവിടെ ഉണ്ട് ഒരുപാട്. അതെ ശരി. നമ്മളെ സുലൈമാക്ക ഉണ്ടല്ലോ, നമ്മളെ സുലൈംക ആറടി പോക്കൂലേ, നല്ല കയ്യൽ ഉഷാറില്ലേ. താൻ കഥാപ്രസംഗം പറയാതെ ഇപ്പൊ വന്ന കാര്യം പറയണോ? അല്ല സുലൈംഖാന്റെ മോനി ഒരു ചെറിയൊരു വണ്ടി എടുത്തിനി. നമ്മളെ സുലൈംഖാന്റെ മോൻ ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഓൻ എന്ത് ചെയ്തു വെച്ചാൽ ഇനി കളർ ലൈറ്റ് ടയറെല്ലാം മാറ്റിയിട്ട് ഫുള്ള് അട്ടിപ്പൊളി കളർഫുൾ ആക്കിനി. താൻ ഇന്നലെ പിടിച്ച ടെമ്പോ ട്രാവലറിന്റെ കാര്യമാണോ പറയണ? അതന്നെ. സൂപ്പർ സംഭവം, അടിപൊളി. എന്ത് സൂപ്പർ? ടെമ്പോ ട്രാവലറിലാണോ പള്ളി പെരുന്നാൾ നടത്തുന്ന? എന്തിനാ ഇവിടെ അത്രയും ലൈറ്റ് ഒക്കെ ഇട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കണ? സാർ അത് ഓൻ്റെ ഒരു സന്തോഷത്തിനാണ്. അത് പിഴ അടക്കേണ്ടി വരും. പിഴ അടക്കാതെ വണ്ടി പോകാൻ പറ്റില്ല. ഒന്നിനെങ്കിലും അല്ല, പിഴ അടക്കേണ്ടി വരും. അല്ല നമ്മ തമ്മിൽ എടാപോടാ ബന്ധം എന്ന് പറഞ്ഞു പോയി. എന്ത്? നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? എണീക്കടോ, തന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത്? ഓഫീസിൽ വന്നിട്ട് വൃത്തിയായിട്ട് കാണിക്കണം. അല്ല സാറേ, എവിടെ വന്നേക്കണേന്ന് എനിക്കറിയാമോ? വല്ലയിടത്തും വന്ന് കല്യാണം കൂടി പായസവും കുടിച്ചിട്ട് ബന്ധം പറയാൻ വന്നേണ. ഇറങ്ങിപ്പോടും. ഞാൻ സുലൈംഖാനോട് ഇറങ്ങിപ്പോവാൻ. ഓരോ മരി വന്നോളൂ. ബന്ധത്തിന് വിലയില്ല നാട്ടിൽ. ഈ ആരാണ് ഇയാളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടണ? ദൈവമേ, എന്താണ് സാറേ? ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സാറേ. എന്ത് ഹെൽപ്പാണ്? ഞാൻ മോൻ്റെ ഈ കൺസെഷൻ ടിക്കറ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അത് ഇവിടെ അല്ല കേട്ടാ, അത് KSRTC കൺസെഷൻ. ഇവിടെ KSRTC പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഒരുപാട് വർക്ക് എനിക്കുണ്ട്. തലക്ക് വെളിവില്ലാത്തവന്മാരാണ് ഈ വന്നത്. എനിക്ക് ഇവരോട് മറുപടി പറയാൻ നേരമില്ല സാറേ. നമ്മൾ അതുകൊണ്ടല്ല, ഞങ്ങളവിടെ പോയിരുന്നു KSRTC. അപ്പോൾ അയാൾ വേറെ എന്തൊക്കെ ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ അവിടെ തരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല സാറ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ സാധാരണ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പറഞ്ഞത് KSRTC കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ അവിടെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ നിന്നല്ല, ഇത് തിരുവനന്തപുരത്ത് നിങ്ങൾ MD കൊണ്ടുപോയി കാണിക്കണം. KSRTC ഇവിടെ തിരുവനന്തപുരത്തുണ്ടോ MD കാണിക്കാൻ പറഞ്ഞ MD കാണിക്കണം, അല്ലാതെ എന്നെ കാണിച്ചിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞ ഒരു 2 മാസമായിട്ടുള്ള കുട്ടിയുടെ ഡിഗ്രി ക്ലാസ് തുടങ്ങിയിട്ടേ. അപ്പൊ നമ്മള് ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആവശ്യം വന്നത്. അത് പറ ക്ലാസ് തുടങ്ങി അപ്പൊ തന്നെ അപേക്ഷിച്ചില്ല, അത് കിട്ടൂലല്ല. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ചെന്നാ അവര് തരൂല. അത് തിരുവനന്തപുരത്ത് തന്നെ പോകേണ്ടി വരും. അല്ല സാറേ, നമുക്ക് വീട് ഇപ്പോഴാണ് മാറേണ്ട ഒരു ആവശ്യം വന്നത്. എന്റെ പൊന്നേട്ടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയാവോ, ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ അത് ജെന്യൂനാണെന്ന് അറിയാനാണ് തിരുവനന്തപുരത്ത് പോയിട്ട് തന്നെ ഓർഡർ മേടിക്കേണ്ടി വരും. അല്ല സാറേ, പുള്ളി ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് തിരുവനന്തപുരത്ത് പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വലിയ ഉദ്യോഗസ്ഥനെ പോയി കാണണം എന്നൊക്കെ. അത് തിരുവനന്തപുരം ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ചെറിയ അസുഖമായിട്ട് താലൂക്ക് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ എടുക്കാതെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാറില്ലേ? അതുപോലെ കണക്കാക്കിയാൽ മതി ഇതും. അല്ല സാറേ, അതിപ്പോ ഈ കാലിലൊരു മുള്ളുകുത്തിയ കാര്യത്തിന് ആരും മെഡിക്കൽ കോളേജിൽ പോകാൻ പറയൂലല്ലോ സാറേ. അത് താനല്ലേ തീരുമാനിക്കണം. മുള്ളു കയറിയെടുത്ത് പഴുക്കുമെങ്കിൽ എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജിൽ തന്നെ പോകണ്ടേ? അവരവിടെ പോയി MD കണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ താൻ പോയി അപേക്ഷ കൊടുക്കണം. ഇവിടെ നിന്ന് രാഗിയിട്ട് ഒരു കാര്യമില്ല, നടക്കൂല്ല. അത്
സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മകനൊരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്കുള്ളൊരു ആനുകൂല്യമാണല്ലോ ഈ കൺസെഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണം, എപ്പോൾ മുതൽ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ളൊരു അവകാശം ഒരു വിദ്യാർത്ഥിക്ക് ഇല്ലേ സാറേ? അതെ. അപ്പോൾ വകുപ്പ് റൂളൊക്കെ അറിയാം. തന്നെ ഈ എന്നോട് ചോദിച്ചതേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ KSRTC MD-നോടൊന്ന് ചോദിക്കും. എന്നിട്ട് അയാൾ എന്താണ് പറയണതെന്ന് പറഞ്ഞാൽ ആ മറുപടി എനിക്കും കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പം തന്നെ പോലെ ഇവിടെ വന്ന വകതകളോട് എനിക്കത് പറഞ്ഞു കൊടുക്കാനാണ്. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടക്കൂല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 100 കൂട്ടം ജോലി ഉണ്ടെന്നേ. കണ്ണി കണ്ട് ഓഫീസിൽ പോകേണ്ട മുഴുവൻ ഇപ്പൊ ഒരു ഭ്രാന്തനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ ഉള്ളൂ. സുലൈമാനിക്കാന്ന്. ശരി സാർ. കാര്യം അയാൾ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. എന്തിനാണ് ഒരു ചെറിയ മുള്ളുകൊണ്ട് ഇനി മെഡിക്കൽ കോളേജിലോട്ട് വരുന്നതെന്നാവോ? എന്തായാലും ആകട്ടെ, പോയി അനുഭവിക്കട്ടെ. ശീതളേട്ടാ, MD-നെ നീ കാണുന്നില്ലല്ലോ. എത്ര നേരമായി നമ്മൾ കാത്തിക്കും. കഷ്ടം എന്തപ്പോ ചെയ്യാൻ? അല്ല എന്തായാലും ഇപ്പോൾ ഇന്നത് മേടിച്ചിട്ട് നമ്മൾ പോവുള്ളൂ. കാരണം ഇതിന് വേണ്ടി നമ്മൾ ഒരുപാട് മെനക്കെട്ട്. കഴിഞ്ഞാണോ വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞാണോ വന്നപ്പോൾ ആദ്യത്തെ ദിവസം അത് മൂപ്പരെ കാണാൻ പറ്റില്ലായിരുന്നു. നമ്മളിവിടെ റൂം എടുത്ത് നിന്ന് പിറ്റേന്ന് കാണാൻ പറ്റും വിചാരിച്ചാൽ അന്നും കണ്ടില്ല. ഇന്നിപ്പോൾ അടുത്ത വരവാണ്. ഇതിപ്പോൾ ആരോടെ ഈ ബുദ്ധിമുട്ട് പറയണ? നീ പറഞ്ഞിട്ടല്ലേ ഇപ്പം ഞാനിതിൻ്റെ പുറകെ ഇറങ്ങിയത്. അല്ല ശീതളേട്ട, അത് നാട്ടിൽ തന്നെ ശരിയാവുന്നല്ലേ നമ്മൾ വിചാരിച്ച്. ഈ തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരുന്നു. MD അല്ലേ? അതെ, അങ്ങോട്ട് പോയത് MD-യാ? MD-ആണോ പോയത്? അല്ല MD സാറാണോ അത്? അല്ല ഒന്ന് സാറിനൊന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. എന്താ കാര്യം? അത് ഞാൻ എൻ്റെ മോൻ്റെ കൺസെഷൻ ടിക്കറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് നേരിട്ട് സാറിനൊന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോ ഒരു കാര്യം ചെയ്യും. MD-യെ കണ്ടിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ അങ്ങോട്ടേ ഇല്ല. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ ഓഫീസുണ്ട്, അവിടെ ഒരു അപേക്ഷ കൊടുത്താൽ മതി. അല്ല ചേട്ടാ, ഞങ്ങളേ ഈ അവിടെ കൊണ്ടുപോയിട്ട് അപേക്ഷ കൊടുക്കലൊക്കെ ചെയ്തതാണ്. പിന്നെ അതിനുശേഷം അപേക്ഷ പോയി എന്നാ പറഞ്ഞത്. അവിടെ കാണുന്നില്ല അപേക്ഷ. കാണില്ലേ? അപ്പൊ ഞങ്ങള് MD-നും നേരിട്ട് കണ്ട് കാര്യം പറയാൻ വേണ്ടി. അയ്യോ, ഇപ്പൊ MD-നെ കാണാൻ പറ്റില്ല. MD ഇപ്പൊ ഭയങ്കര ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കിലാണ്. ഇനിയിപ്പോ ഒരുപാട് അപേക്ഷകളൊക്കെ പുള്ളിക്കാരന് ഒപ്പിടാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പുള്ളിക്ക് മന്ത്രിയെ പോയി കാണാനായിട്ട്. മന്ത്രിക്ക് പുള്ളിനെ പോയി കാണാനായിട്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച വാ. അതാണ് കേട്ടോ. നിങ്ങൾ ആരാ MD-ന്റെ? നിങ്ങൾ MD-ന്റെ ആരാ? ഞാൻ ഡ്രൈവർ. ഇതൊന്നും നടക്കില്ല. ഇത് നമുക്ക് പോകാൻ പോകാൻ പറഞ്ഞു. ഇങ്ങോട്ട് മാറി.